ഒന്നുമില്ലെങ്കിൽ ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് ചിന്തിക്കുമ്പോൾ, ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ അതെല്ലാം വെറുതെ കാറ്റിൽ പറന്നുപോകുമോ? അതോ നിങ്ങളുടെ ഓരോ വികാരത്തെയും ആഗ്രഹത്തെയും രേഖപ്പെടുത്തുന്ന ഒരാൾ എവിടെയെങ്കിലുമുണ്ടോ? ഈ പ്രപഞ്ചം ഊമയല്ല, അതെല്ലാം നിശബ്ദമായി കേൾക്കുന്നു. പക്ഷേ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ പ്രതീക്ഷിക്കുമ്പോൾ അത് പ്രതികരിക്കും. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഈ പ്രപഞ്ചത്തിന് അതിൻ്റേതായ ഒരു ഭാഷയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന്. വായിൽ നിന്നോ പുസ്തകങ്ങളിൽ നിന്നോ അല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഭാഷ. ആ ഭാഷ നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ പ്രപഞ്ചം നിങ്ങളുടെ ഏറ്റവും രഹസ്യമായ ആഗ്രഹം പോലും നിറവേറ്റും. ഒരു യഥാർത്ഥ കഥയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇത് കൂടുതൽ നന്നായി മനസ്സിലാക്കിത്തരാം. ഒരിക്കൽ ഒരു സാധാരണക്കാരനായ ശരാശരി നിലവാരത്തിലുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ലാത്ത ഒരാൾ. ഓരോ ദിവസവും അവൻ ആഗ്രഹിക്കുമായിരുന്നു, എന്റെ ജീവിതം മാറിയെങ്കിലെന്ന്, വലിയ എന്തെങ്കിലും സംഭവിച്ചെങ്കിലെന്ന്. അവൻ പ്രപഞ്ചത്തോട് ഒന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. മനസ്സിൽ അവൻ വിഷ്വലൈസ് ചെയ്യുകയും സങ്കൽപ്പിക്കുകയും അനുഭവിക്കുകയും ചെയ്തു. ഒരു ദിവസം അവന് ഒരു ചെറിയ അവസരം ലഭിച്ചു. ഒരു സുഹൃത്ത് ഒരു വീഡിയോ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് എന്ത് വ്യത്യാസം വരുമെന്ന് അവൻ ചിന്തിച്ചു. പക്ഷേ ആ ഒരു വീഡിയോ അവന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു. ഇന്ന് അതേ ചെറുപ്പക്കാരൻ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകുന്നു. അവനോട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പ്രപഞ്ചത്തിലേക്ക് വിശ്വാസത്തിന്റെ ഒരു സിഗ്നൽ അയച്ചു, ബാക്കിയെല്ലാം അത് ചെയ്തു. നിങ്ങളുടെ പ്രാർത്ഥന അപൂർണമായി തുടരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നു. പ്രപഞ്ചം പറയുന്നു, ഞാനെല്ലാം തയ്യാറാക്കി വച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ലായിരുന്നു. അതിനാൽ ഇന്നു മുതൽ നിങ്ങളുടെ ചിന്ത വെറും ചിന്തയായിരിക്കില്ല, നിങ്ങളുടെ വിശ്വാസം വെറും പ്രതീക്ഷയായിരിക്കില്ല. കാരണം ഈ സംഗ്രഹത്തിൽ ശബ്ദമില്ലാതെ നിങ്ങളുടെ ജീവിതം വീണ്ടും രൂപകൽപ്പന ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രപഞ്ചത്തിന്റെ രഹസ്യഭാഷ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്ത് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാണ് പ്രപഞ്ചത്തിന്റെ ശക്തി. അതുകൊണ്ട് ഇപ്പോൾ കമന്റിൽ എഴുതുക, പ്രപഞ്ചം മഹത്തരമാണ്, യൂണിവേഴ്സ് ഈസ് ഗ്രേറ്റ്. നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ ഉണർത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ സംഗ്രഹത്തിലെ ഓരോ വാക്കും നിങ്ങളെ മാറ്റിമറിക്കും. സുഹൃത്തുക്കളെ, ഇത് സാധാരണ ഓഡിയോ ബുക്കല്ല. മറ്റാർക്കും പറഞ്ഞുതരാൻ കഴിയാത്ത കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ഒരു തവണ ഈ ഓഡിയോ ബുക്ക് മുഴുവനായും കേട്ടാൽ നിങ്ങളെക്കാൾ ഭാഗ്യശാലിയായ ഒരാൾ ഈ ലോകത്തുണ്ടാവില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇതിൽ ആകെ 7 പാഠങ്ങളുണ്ട്. ഓരോ പാഠവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ നിങ്ങൾ ഈ ഓഡിയോ ബുക്ക് അവസാനം വരെ കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ സമയം കളയാതെ ഒന്നാമത്തെ പാഠത്തിലേക്ക് പോകാം. പാഠം 1. പ്രപഞ്ചത്തിന്റെ ക്ലോക്ക് മനുഷ്യന്റെ ക്ലോക്കിൽ നിന്ന് വ്യത്യസ്തമാണ്. നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നും നിങ്ങളുടെ ജീവൻ മുഴുവൻ അതിൽ അർപ്പിക്കുന്നുണ്ടെന്നും എന്നിട്ടും ഒരു ഫലവും ലഭിക്കുന്നില്ലെന്നും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പ്രപഞ്ചം നിങ്ങളുടെ കഠിനാധ്വാനം അവഗണിക്കുന്നതുപോലെ തോന്നുന്നു. പക്ഷേ ഇത് പ്രപഞ്ചം നിങ്ങളെ നിരസിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് അതിന്റെ ക്ലോക്ക് നിങ്ങളുടെ ക്ലോക്കുമായി യോജിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ മനുഷ്യർക്ക് വേഗത്തിലുള്ള ഫലങ്ങൾ ലഭിക്കുന്നതാണ് ശീലം. നമ്മുടെ ലോകം സ്റ്റോപ്പ് വാച്ചിന്റേതാണ്. എന്നാൽ പ്രപഞ്ചത്തിന്റെ ലോകം കോമ്പസിന്റേതാണ്. അവിടെ ദിശയാണ് പ്രധാനം, ലക്ഷ്യസ്ഥാനമല്ല. അവിടെ സമയം ദൈവികമാണ്, അന്തിമ തീയതിയല്ല. നമ്മൾ എന്ന് ലഭിക്കുമെന്ന് ചോദിക്കുന്നു, പ്രപഞ്ചം നിങ്ങൾ തയ്യാറാകുമ്പോൾ എന്ന് പറയുന്നു. കുട്ടിക്കാലത്തൊരു കഥ കേട്ടിരുന്നു. ഒരു കർഷകൻ ഒരു ചെടി നട്ടു. അടുത്ത ദിവസം മുതൽ അതിന്റെ വേരുകൾ വലിച്ചുനീട്ടി വലുതാക്കാൻ ശ്രമിച്ചു. വാസ്തവത്തിൽ ആ ചെടി പിഴുതുപോയി. പ്രപഞ്ചവും ഇതുതന്നെയാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക, ഞാൻ എന്റെ സമയമെടുക്കും. കാരണം ഓരോ കാര്യവും അതിന്റെ ശരിയായ സമയത്ത് മാത്രമേ പൂവിടൂ. കാലാവസ്ഥ ശരിയാകുമ്പോൾ. ശാസ്ത്രീയമായി പറഞ്ഞാൽ പ്രകൃതിയിലൊന്നും തിടുക്കത്തിൽ സംഭവിക്കുന്നില്ല. ഒരു കുഞ്ഞിന് 9 മാസം വേണം, ഒരു വിത്ത് മരമാകാൻ വർഷങ്ങൾ വേണം. പക്ഷേ മനുഷ്യൻ തൽക്ഷണ ഫലങ്ങളാണ് ആഗ്രഹിക്കുന്നത്. 2 മിനിറ്റ് മാഗി പോലെ 2 ദിവസത്തിൽ വിജയം. അതേസമയം പ്രപഞ്ചത്തിന്റെ അൽഗോരിതം വ്യത്യസ്തമാണ്. അവിടെ ക്ഷമ ഒരു ആവശ്യകതയാണ്. ഒരു കവിത ഓർമ്മ വരുന്നു. അത് തീർച്ചയായും നൽകും. പക്ഷേ ശരിയായ സമയം വരുമ്പോൾ. ഇന്ന് ലഭിക്കാത്തത് നാളെ ലഭിക്കും. പ്രപഞ്ചം വാഗ്ദാനങ്ങൾ നൽകുന്നില്ല. പക്ഷേ അത് നൽകുമ്പോൾ നിങ്ങളുടെ ചിന്തകളേക്കാൾ കൂടുതൽ നൽകുന്നു. ഇപ്പോൾ ന്യൂറോ സയൻസിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മളെപ്പോഴും എപ്പോൾ ലഭിക്കുമെന്ന് ആകുലരായിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് കോർട്ടിസോൾ പുറത്തുവിടും. അത് നിങ്ങളുടെ ഊർജ്ജത്തെ തടസ്സപ്പെടുത്തുന്നു. അതായത് കൂടുതൽ ആശങ്ക, കുറഞ്ഞ ഊർജ്ജം. അപ്പോൾ പ്രപഞ്ചവും ആശയക്കുഴപ്പത്തിലാകും എന്താണ് നൽകേണ്ടതെന്ന്. അതിനാൽ നിങ്ങൾ വിശ്രമിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ പ്രപഞ്ചം പ്രതികരിക്കാൻ തുടങ്ങും. രസകരമായ ഒരു തമാശയുണ്ട്. ഒരു മനുഷ്യൻ അമ്പലത്തിൽ പോയി ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്റെ വിവാഹം എപ്പോഴാണ് നടക്കുക? ദൈവം പറഞ്ഞു, മകനെ, നീ പക്വത പ്രാപിക്കുന്നതുവരെ ഞാനും ചിന്തിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ്. അത് ചിന്തിക്കുന്നു, നിങ്ങൾ ഇപ്പോഴും തയ്യാറല്ല. നിങ്ങൾക്ക് നൽകിയാൽ അത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. വിജയം, ബന്ധങ്ങൾ,
പണം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകടനം എല്ലാം പ്രപഞ്ചത്തിന്റെ സംഭരണികളിലുണ്ട്. പക്ഷേ അവിടെ നിന്നത് ഡെലിവറി ചെയ്യുന്നത് നിങ്ങളുടെ ആവൃത്തിയുമായി ആ അനുഗ്രഹം പൊരുത്തപ്പെടുമ്പോഴാണ്. ഈ പൊരുത്തപ്പെടുത്തലിന് സമയമെടുക്കും. നിങ്ങൾ എല്ലാ ദിവസവും പ്രകടിപ്പിക്കുന്നുണ്ടാകാം, പക്ഷേ അതിന്റെ ഡെലിവറി ഒരു ദൈവിക ഷെഡ്യൂളിലാണ്. ഒരു കൈപ്പേറിയ സത്യം ഇതാണ്: ചിലപ്പോൾ നമ്മൾ കരയുന്ന കാര്യം നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നായിരിക്കാം. നമുക്ക് വേണ്ടത് നിയന്ത്രണം മാത്രമാണ്. പക്ഷേ പ്രപഞ്ചം നമുക്ക് നൽകുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ കാര്യങ്ങളാണ്, വെറും താൽക്കാലിക സന്തോഷമല്ല. നിങ്ങളുടെ ജീവിതത്തിലെ പാറ്റേണുകൾ നിരീക്ഷിച്ചാൽ വൈകിയെത്തിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകിയെന്ന് നിങ്ങൾ കണ്ടെത്തും. കാരണം പ്രപഞ്ചം തിടുക്കം കാണിക്കുന്നില്ല, അത് ശരിയായ സമയത്താണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ നിരാശനാകുമ്പോൾ ഇത് ഓർമ്മിക്കുക: നിങ്ങളുടെ ക്ലോക്ക് 12 അടിക്കാം, പക്ഷേ പ്രപഞ്ചത്തിന്റെ ക്ലോക്ക് 12 അടിക്കുമ്പോൾ മാത്രമേ അത്ഭുതം സംഭവിക്കൂ. പാഠം 2: വൈകുന്നത് നിരസിക്കലല്ല. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ലഭിച്ചില്ലെന്നോ അല്ലെങ്കിൽ എല്ലാം ശരിയാണെന്ന് തോന്നിയപ്പോൾ എല്ലാം തലകീഴായി മാറിയെന്നോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരുപക്ഷേ ഇത് എന്നെക്കൊണ്ട് ചെയ്യാനാവില്ലെന്ന് ഹൃദയം പറയുന്നു. പക്ഷേ പ്രപഞ്ചം മന്ത്രിക്കുന്നു: വൈകുന്നത് നിരസിക്കലല്ല, തടസ്സങ്ങൾ നിരസിക്കലല്ല, ശരിയായ നിമിഷത്തിനായുള്ള കാത്തിരിപ്പാണ്. നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ തന്നെ ഓരോ കാര്യവും നിങ്ങൾക്ക് ലഭിച്ചാൽ അതിന്റെ മൂല്യം നിങ്ങൾ അറിയുമോ? ഒരു കുട്ടി ഇന്ന് കാർ ഓടിച്ചാൽ അവൻ ജീവനോടെ ഇരിക്കുമോ? നിങ്ങൾ അവയെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാകുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കാര്യങ്ങൾ നൽകുന്നു. ഇതിന് കാലതാമസമുണ്ടാകാം, പക്ഷേ നിരസിക്കില്ല. ഒരു യഥാർത്ഥ കഥ കേൾക്കുക. ഒരു പെൺകുട്ടി ഒരു വലിയ കമ്പനിയിൽ വീണ്ടും വീണ്ടും അഭിമുഖം നൽകി എല്ലാ തവണയും നിരസിക്കപ്പെട്ടു. അവൾ ഏകദേശം പ്രതീക്ഷ കൈവിട്ടു. പക്ഷേ 2 വർഷത്തിനു ശേഷം അതേ കമ്പനിയിൽ അവൾക്കൊരു പ്രത്യേക സ്ഥാനം നൽകി. അത് മുമ്പ് ആർക്കും ലഭിക്കാത്ത ഒരു സ്ഥാനമായിരുന്നു. അവളുടെ കഠിനാധ്വാനവും സ്ഥിരതയും കണ്ട് അവർ അവൾക്കായി ഒരു പ്രത്യേക സ്ഥാനം സൃഷ്ടിച്ചു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്: കാലതാമസം നിരസിക്കലായിരുന്നില്ല, അത് തയ്യാറെടുപ്പായിരുന്നു. ശാസ്ത്രമനുസരിച്ച് നമ്മുടെ ഉപബോധമനസ്സും പ്രപഞ്ചവും എപ്പോഴും ഒരേ നിരയിലായിരിക്കും. പക്ഷേ നമുക്കെന്തുകൊണ്ട് ലഭിക്കുന്നില്ലെന്ന് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു തടസ്സം സൃഷ്ടിക്കുന്നു. എന്നാൽ ഇത് എനിക്കുവേണ്ടി ഒരു വഴിയുണ്ടാക്കുകയാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അതിനെ അനുവദിക്കുന്നു. അപ്പോൾ ഊർജം സ്വതന്ത്രമായി ഒഴുകാൻ തുടങ്ങുന്നു. വിശ്വാസം പ്രപഞ്ചത്തിന്റെ വൈഫൈയാണ്. ഒരു പഴയ ചൊല്ലുണ്ട്: ദൈവം വൈകിയെത്തും, പക്ഷേ ഒരിക്കലും ഒഴിവാക്കില്ല. പക്ഷെ നമ്മൾ മനുഷ്യർ ഓരോ തവണയും വൈകുന്നത് നിരസിക്കലാണെന്ന് ഭയപ്പെടുന്നു. അതേസമയം സത്യമിതാണ്: പ്രപഞ്ചമില്ല എന്ന് പറയുന്നില്ല, ഇതുവരെ വേണ്ട എന്ന് മാത്രമാണ് പറയുന്നത്. ഒരു തമാശ കൂടി കേൾക്കുക. ഒരു മനുഷ്യൻ അമ്പലത്തിൽ പോയി ദൈവത്തോട് പറഞ്ഞു: ദൈവമേ, എനിക്കൊരു കോടീശ്വരനാകണം. ദൈവം പറഞ്ഞു: ആയിക്കോളൂ, ഞാൻ നിന്നെ തടസ്സപ്പെടുത്തിയിട്ടില്ല. മനുഷ്യൻ പറഞ്ഞു: പിന്നെന്താ നീ എനിക്കത് തരാത്തത്? ദൈവം പറഞ്ഞു: മകനെ, നിന്റെ കയ്യിൽ ഇപ്പോഴും 10 രൂപയുടെ സ്വപ്നങ്ങളാണുള്ളത്. അതായത് നമ്മുടെ ചിന്ത ചെറുതാണ്, പ്രപഞ്ചത്തിന്റെ പദ്ധതി വളരെ വലുതാണ്. നിങ്ങൾ പിന്നോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് വൈകിയെത്തിയ കാര്യങ്ങളാണ് ഏറ്റവും മികച്ചതെന്ന് നിങ്ങൾ കാണും. സമയത്തിന് ലഭിക്കാത്തത് പിന്നീട് അനുഗ്രഹമായി വന്നു. ഒരിക്കലും ലഭിക്കാത്തത് ഒരുപക്ഷെ നന്നായിരിക്കാം. കാരണം ഇന്ന് നിങ്ങൾ ആരാണോ അത് ഒരുപക്ഷെ അന്ന് ആയിരിക്കില്ലായിരുന്നു. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വൈകിയെത്തുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോടാണ് ചോദിച്ചത്, ആമസോണിനോടല്ല. ഇവിടെ ഡെലിവറി ദൈവികമാണ്, എക്സ്പ്രസ് അല്ല എന്ന് ഓർമ്മിക്കുക. പാഠം 3: നിങ്ങളുടെ ഊർജ്ജപൊരുത്തം ആവശ്യമാണ്. നിങ്ങളൊരു കാര്യം വളരെ ശക്തമായി ആഗ്രഹിച്ചിട്ടും എല്ലാ ദിവസവും ഉറപ്പുകൾ പറഞ്ഞിട്ടും ദൃശ്യവത്കരിച്ചിട്ടും ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നില്ലെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതിന് ഒരൊറ്റ വാക്കിൽ ഉത്തരമുണ്ട്: പൊരുത്തക്കേട്. നിങ്ങൾ വെറുതെ ആഗ്രഹിക്കുന്നതല്ല, നിങ്ങൾ ആരാണോ അതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത്. ഒരു പെൺകുട്ടി യഥാർത്ഥ സ്നേഹം തേടുകയായിരുന്നു. അവൾ എല്ലാ ദിവസവും പ്രപഞ്ചത്തോട് പറഞ്ഞു: എനിക്ക് യഥാർത്ഥ സ്നേഹം വേണമെന്ന്. പക്ഷേ അവളുടെ ഉള്ളിൽ അവൾക്ക് സ്വയം സ്നേഹിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നില്ല. അവൾക്ക് നന്നായി കാണാൻ കഴിയില്ലെന്നും ആരെങ്കിലും അവളെ ഉപേക്ഷിക്കുമെന്നും അവൾക്ക് തോന്നി. അവളുടെ ഊർജം വിളിച്ചു പറഞ്ഞു: ഞാൻ സ്നേഹത്തിന് അർഹയല്ലെന്ന്. പ്രപഞ്ചം ഊർജത്തിന്റെ സ്പന്ദനങ്ങളാണ് വായിക്കുന്നത്, വാക്കുകളല്ല. അതിനാൽ അവളുടെ പ്രകടനം ഒരിക്കലും പൂർത്തിയായില്ല. കാരണം അവളുടെ ആന്തരിക ആവൃത്തിയും അവളുടെ ആഗ്രഹവും പൊരുത്തപ്പെട്ടിരുന്നില്ല. ശാസ്ത്രവും ഇതുതന്നെയാണ് പറയുന്നത്. ക്വാണ്ടം ഫിസിക്സിൽ വൈബ്രേഷൻ നിയമമനുസരിച്ച് ഓരോ വികാരത്തിനും ഒരു ആവൃത്തിയുണ്ട്. സ്നേഹം, നന്ദി, സന്തോഷം എന്നിവ ഉയർന്ന ആവൃത്തിയിൽ സ്പന്ദിക്കുന്നു. ഭയം, കുറ്റബോധം, സംശയം എന്നിവ കുറഞ്ഞ ആവൃത്തിയിൽ. നിങ്ങളുടെ ഊർജം അതേ ആവൃത്തിയിൽ സ്പന്ദിക്കുന്നില്ലെങ്കിൽ പ്രകടനം സാധ്യമല്ല. ഒരു കവിത ഓർമ്മ വരുന്നു: നിന്റെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുക അപ്പോൾ മാത്രമാണ് നീ അതിന് യോഗ്യനാകുമ്പോൾ. പ്രപഞ്ചത്തിന് തിടുക്കമില്ല. നിങ്ങൾ രാവിലെ എത്ര തവണ ഞാൻ സമ്പന്നനാണെന്ന് പറയുന്നത് അതിന് പ്രശ്നമല്ല. നിങ്ങൾക്ക് പണത്തെക്കുറിച്ച് ഭയമുണ്ടെങ്കിൽ അതൊരിക്കലും നിലനിൽക്കില്ല. വൈബ്രേഷന്റെ പൊരുത്തക്കേട് പ്രകടനത്തിന് കാലതാമസം വരുത്തുന്നു. രസകരമായ ഒരു താരതമ്യം മനസ്സിലാക്കുക. FM റേഡിയോ പോലെ നിങ്ങൾക്ക് 98.3 കേൾക്കണമെങ്കിൽ
പക്ഷേ ട്യൂൺ 93.5-ലാണെങ്കിൽ നിങ്ങൾ എത്ര ആന്റിന തിരിച്ചാലും പാട്ട് വ്യക്തമായി കേൾക്കില്ല. അതുപോലെ നിങ്ങളുടെ ആന്തരിക സ്റ്റേഷൻ ശരിയായി ട്യൂൺ ചെയ്യുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിന്റെ ആവൃത്തി വ്യക്തമാകൂ. അതുകൊണ്ടാണ് ചിലർ ആവശ്യപ്പെടാതെ തന്നെ എല്ലാം നേടുന്നത്. കാരണം അവരുടെ ഊർജം വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. ആഗ്രഹിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ആയിത്തീരുന്നത്. നിങ്ങൾ ആ കാര്യത്തിന് അർഹനായ വ്യക്തിയായി മാറുമ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ഓർഡർ സ്വയം അയക്കും. അതിനാൽ അടുത്ത തവണ നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ സ്വയം ചോദിക്കുക, ഞാൻ ശരിക്കും അതേ ആവൃത്തിയിലാണോ? എന്റെ ചിന്തകൾ, എന്റെ വികാരങ്ങൾ, എന്റെ പെരുമാറ്റം ആ ആഗ്രഹത്തിന് യോഗ്യമാണോ? കാരണം പ്രപഞ്ചം കേൾക്കും, പക്ഷേ അത് ഊർജത്തിന്റെ ഭാഷയിൽ മാത്രമാണ്. പാഠം 4. ദൈവിക സമന്വയം. ചിലപ്പോൾ ജീവിതത്തിൽ വിചിത്രമായ ഒരു ആകസ്മികതയുണ്ടാകും. നിങ്ങൾ ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നു, അവന്റെ ഫോൺ വരുന്നു. നിങ്ങൾ ഒരു പ്രശ്നത്തിന് പരിഹാരം തേടുന്നു. ഒരു അപരിചിതന്റെ സംഭാഷണത്തിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നു, ഇത് വെറും യാദൃച്ഛികതയാണോ? അല്ല, ഇത് ദൈവിക സമന്വയമായിരുന്നു. പ്രപഞ്ചം നിങ്ങൾക്ക് സൂചനകൾ നൽകുമ്പോൾ. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ മനുഷ്യർ തിരക്കിലും ആശയക്കുഴപ്പത്തിലും ബാഹ്യലോകത്തിൽ നഷ്ടപ്പെട്ടതിനാലും ആ സൂക്ഷ്മ സൂചനകൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. പ്രപഞ്ചം അലറുന്നില്ല, അത് മന്ത്രിക്കുന്നു. ആ മന്ത്രിക്കൽ നമ്മളിലേക്ക് എത്തുന്നത് മാലാഖാസംഖ്യകളിലൂടെ, ആവർത്തിച്ചുള്ള ചിഹ്നങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, പാട്ടുകളിലൂടെ, അപരിചിതരിലൂടെ, അല്ലെങ്കിൽ പെട്ടെന്ന് ലഭിക്കുന്ന ഒരു പുസ്തകത്തിലൂടെയാണ്. പക്ഷേ നമ്മൾ അവയെ വെറും യാദൃച്ഛികതയായി അവഗണിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ഒരു ജോലിക്കായി ഒരുപാട് പ്രാർത്ഥിച്ചു. എല്ലായിടത്തും നിരസിക്കപ്പെട്ടു. ഒരു ദിവസം അവൻ ബസ്സിലിരുന്നു. അവന്റെ മുന്നിലിരുന്ന ആളുടെ ടീഷർട്ടിൽ നിങ്ങളുടെ സ്വന്തം വഴി ഉണ്ടാക്കുക എന്നെഴുതിയിരുന്നു. അവൻ അത് അവഗണിച്ചു. പിന്നെ ഒരു ദിവസം യൂട്യൂബിൽ ഒരു റാൻഡം നിർദ്ദേശം വന്നു, നിങ്ങളുടെ സ്വന്തം ബിസിനസ് തുടങ്ങുക. പിന്നെ ഒരു സുഹൃത്ത് തമാശയായി ചോദിച്ചു, നീ എന്തുകൊണ്ട് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങുന്നില്ല? ഇത്രയധികം സൂചനകൾ. പക്ഷേ അവൻ മനസ്സിലാക്കിയില്ല. 2 വർഷത്തിന് ശേഷം അവൻ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോൾ സൂചനകൾ അന്നുമുതലേ ഉണ്ടായിരുന്നുവെന്ന് അവൻ സമ്മതിച്ചു. ഞാൻ അന്ധനായിരുന്നു. ശാസ്ത്രം ഇതിന് റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അറാസ് എന്ന് പറയുന്നു. ഇത് നിങ്ങളുടെ തലച്ചോറിലെ ഒരു ഫിൽട്ടറാണ്. അത് നിങ്ങൾക്ക് ആന്തരികമായി യോജിക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുള്ളൂ. അതായത് നിങ്ങൾ ആന്തരികമായി തുറന്ന മനസ്സും ബോധവാനുമായിരിക്കുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിന്റെ സിഗ്നൽ കാണാൻ കഴിയൂ. ഒരു പഴയ ചൊല്ലുണ്ട്, കാണേണ്ടവർക്ക് വെളിച്ചമില്ലാതെയും കാണാൻ കഴിയും, കണ്ണടച്ചവർക്ക് സൂര്യൻ പോലും ഇരുട്ടാണ്. പ്രപഞ്ചത്തിന്റെ അടയാളങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നു, പക്ഷേ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ഉത്തരം മനസ്സിലാക്കാൻ കഴിയൂ. സമന്വയം ഒരിക്കലും ഉച്ചത്തിലായിരിക്കില്ല. അതൊരു കവിത പോലെയാണ്, അത് അനുഭവിക്കണം. അടുത്ത തവണ നിങ്ങൾക്ക് ഇത് വളരെ വിചിത്രമാണെന്ന് തോന്നുമ്പോൾ നിൽക്കുക, ചിന്തിക്കുക, നിരീക്ഷിക്കുക. കാരണം പ്രപഞ്ചം ഒരുപക്ഷെ ആ നിമിഷത്തിൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നുണ്ടാകാം. രസകരമായ ഒരു കാര്യം, നിങ്ങൾ ദൈവിക അടയാളങ്ങളെ ഗൗരവമായി എടുക്കാൻ തുടങ്ങുന്ന ദിവസം മുതൽ നിങ്ങളുടെ ജീവിതം ഒരു നിഗൂഢ സിനിമ പോലെ തോന്നും. അവിടെ ഓരോ രംഗത്തിനും ഒരു അർത്ഥമുണ്ടാകും, ഓരോ സംഭാഷണവും ഒരു സൂചനയായിരിക്കും. അന്ന് നിങ്ങൾ ഒറ്റക്കല്ലെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. പ്രപഞ്ചം തുടക്കം മുതൽ നിങ്ങളോടൊപ്പമുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് അതിന്റെ ഭാഷ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ഓഡിയോ ബുക്ക് ഇവിടെ വരെ കേട്ടതിന് വളരെ നന്ദി. നിങ്ങൾ ഇതുവരെ ഈ ഓഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്ത ശേഷം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഓഡിയോ ബുക്കുകൾ ലഭിക്കും. പാഠം 5. തകർച്ചകൾ, മുന്നേറ്റങ്ങൾക്ക് മുമ്പ്. നിങ്ങൾ വലിയ എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് തൊട്ടുമുമ്പ് എല്ലാം തകർന്നു പോകുന്നത് നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ബന്ധങ്ങൾ തകരുന്നു, ജോലി നഷ്ടപ്പെടുന്നു, ആരോഗ്യം മോശമാകുന്നു, മനസ്സിൽ ഒരു വിചിത്രമായ ആശയക്കുഴപ്പം ഉണ്ടാകാൻ തുടങ്ങുന്നു. പ്രപഞ്ചം നിങ്ങളെ താഴെയിടാൻ ശ്രമിക്കുന്നതുപോലെ തോന്നുന്നു. എന്നാൽ ഈ നിമിഷമാണ് തകർച്ചകൾ മുന്നേറ്റങ്ങളുടെ വാതിൽ തുറക്കുന്നത്. ഓരോ കൊക്കൂണും പൊട്ടിക്കുന്നതിനു മുമ്പ് ചിത്രശലഭം അകത്ത് ശ്വാസം മുട്ടുന്നത് അനുഭവിക്കുന്നു. ഓരോ അഗ്നിപർവ്വതവും പൊട്ടിത്തെറിക്കുന്നതിനു മുമ്പ് വളരെ നേരം ഉള്ളിൽ തിളച്ചുമറിയുന്നു. അതുപോലെ മനുഷ്യനും തന്റെ ഏറ്റവും വലിയ പരിവർത്തനത്തിനു മുമ്പ് ഉള്ളിൽ തകരുന്നു. ശാസ്ത്രീയ ഗവേഷണം പറയുന്നത് മനുഷ്യൻ തീവ്രമായ വൈകാരിക വേദനയിലൂടെ കടന്നുപോകുമ്പോൾ അവന്റെ തലച്ചോറ് ഒരു പുനർരൂപീകരണ പ്രക്രിയയിലൂടെ കടന്നുപോകുന്നു. അതായത് പഴയ ചിന്തകൾ, വിശ്വാസങ്ങൾ, പെരുമാറ്റ രീതികൾ എന്നിവ തകരുന്നു. അങ്ങനെ പുതിയ എന്തെങ്കിലും നിർമ്മിക്കാൻ ഒരു സ്ഥലം ലഭിക്കുന്നു. ഒരിക്കൽ ഒരു പെൺകുട്ടി തന്റെ സ്വപ്ന ജോലിയിൽ പ്രവേശിച്ചു. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അവൾക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. ബോസ് മോശമായിരുന്നു, ടീം പിന്തുണച്ചില്ല, അവൾക്ക് വിഷാദം അനുഭവപ്പെട്ടു. പ്രപഞ്ചം അവളോട് തെറ്റ് ചെയ്തുവെന്ന് അവൾ ചിന്തിച്ചു. പക്ഷേ ആ വിഷാദത്തിലൂടെ അവൾ ധ്യാനമാരംഭിച്ചു. സ്വയം സഹായ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ഇന്ന് അവൾ ഒരു വിജയകരമായ ലൈഫ് കോച്ചാണ്. അവൾ പറയുന്നു, ഞാൻ ആ ജോലിയിൽ തകർന്നിരുന്നില്ലെങ്കിൽ എനിക്കൊരിക്കലും എന്നെ തന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല.
തകർച്ച ഒരു തരത്തിൽ പ്രപഞ്ചത്തിന്റെ ഒരു ഉണർത്തൽ കോളാണ്. നീ തിരഞ്ഞെടുത്ത വഴി നിന്റേതല്ല. നിൽക്കുക, ചിന്തിക്കുക, എന്നിട്ട് വീണ്ടും തിരഞ്ഞെടുക്കുക. പഴയ പതിപ്പിനെ നശിപ്പിക്കാതെ പുതിയ പതിപ്പ് പുറത്തിറക്കാൻ കഴിയില്ല. ചിലപ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ചുറ്റുമുള്ള മതിലുകൾ തകർക്കുന്നത് പറക്കാൻ പഠിക്കാൻ വേണ്ടിയാണ്. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഭൂമി പിളർന്നില്ലെങ്കിൽ വിത്ത് ഒരിക്കലും മുളക്കില്ല. അതുപോലെ നമ്മൾ കുറച്ചൊന്ന് തകർന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ചിറകുകളെക്കുറിച്ച് നമുക്കെങ്ങനെ അറിയാൻ കഴിയും? തകർച്ചകൾ വേദനാജനകമാണ്, പക്ഷേ അവ അർത്ഥമില്ലാത്തതല്ല. ഓരോ കണ്ണുനീരും ഒരു പുതിയ വ്യക്തതയുടെ തുടക്കമാണ്. ഓരോ നഷ്ടപ്പെട്ട വഴിയും ഒരു പുതിയ ദിശയുടെ അടയാളമാണ്. അതിനാൽ അടുത്ത തവണ ജീവിതം തകരുന്നതുപോലെ തോന്നുമ്പോൾ ഭയപ്പെടരുത്. ഒരുപക്ഷെ അത് തകർച്ചയല്ല, നിങ്ങളുടെ ഏറ്റവും വലിയ പറക്കലിന് മുമ്പുള്ള പ്രപഞ്ചത്തിന്റെ ആസൂത്രണമാണ്. പാഠം 6. ക്ഷമ ഒരു ശക്തിയാണ്, പക്ഷേ സജീവമായ കാത്തിരിപ്പാണ്. ഇന്നത്തെ ലോകം നമ്മളെ പഠിപ്പിച്ചു, വേഗതയുള്ളത് സ്മാർട്ടാണ്, വേഗത കുറഞ്ഞത് ദുർബലമാണ്. പക്ഷേ പ്രപഞ്ചത്തിന്റെ നിഘണ്ടുവിൽ ഇത് തിരിച്ചാണ്. പ്രപഞ്ചം ഒരിക്കലും തിടുക്കം കാണിക്കുന്നില്ല, പക്ഷേ ഒരിക്കലും വൈകുകയുമില്ല. ഇതാണ് അതിന്റെ സജീവമായ കാത്തിരിപ്പിന്റെ നിയമം. അവിടെ നിങ്ങൾ ശാന്തമായിരിക്കും, പക്ഷേ ഉള്ളിൽ നിന്ന് തുടർച്ചയായി വളരുകയും ചെയ്യും. ക്ഷമ എന്നത് വെറുതെ ഇരിക്കുന്നതല്ല. ക്ഷമ എന്നാൽ എന്റെ പക്കലുള്ളതിനെ ഞാനിപ്പോൾ മെച്ചപ്പെടുത്തുന്നു. അങ്ങനെ പ്രപഞ്ചം എന്റെ സ്വപ്നം അയക്കുമ്പോൾ എനിക്കതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും. ശാസ്ത്രം പറയുന്നത് നമ്മൾ ക്ഷമയോടെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ നാഡീവ്യൂഹം കൂടുതൽ സമതുലിതമായിരിക്കും. ഡോപാമൈൻ സാവധാനം പുറത്തുവിടുന്നു. അത് നമ്മളെ ശ്രദ്ധ മാറ്റുന്നതിന് പകരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാക്കുന്നു. ഒരു പഴയ കഥയുണ്ട്. ഒരു കർഷകൻ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പ് എഴുന്നേൽക്കുമായിരുന്നു. വയലിൽ വെള്ളമൊഴിക്കും, വിത്ത് വിതയ്ക്കും. പക്ഷേ ആഴ്ചകളോളം ഒരു മുളയും വന്നില്ല. ആളുകൾ ചിരിക്കാൻ തുടങ്ങി. ഒന്നും വളരില്ല, എല്ലാം നശിച്ചുപോയി എന്നു പറഞ്ഞു. പക്ഷേ കർഷകൻ പറഞ്ഞു, ഞാൻ കാത്തിരിക്കുകയല്ല, ഞാൻ പോഷിപ്പിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നിലത്തുനിന്ന് ഒരു ശക്തമായ ചെടി ഉയർന്നു. അത് മറ്റെല്ലാ ചെടികളേക്കാൾ ഉയരത്തിലായിരുന്നു. കാരണം അവൻ ക്ഷമയോടെ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. കാത്തിരിക്കുമ്പോൾ വെറുതെ കാത്തിരിക്കരുത്. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കുക, ചിന്തകൾ ശക്തമാക്കുക, കഴിവുകൾ മൂർച്ച കൂട്ടുക. അങ്ങനെ സമയം വരുമ്പോൾ നിങ്ങൾ തയ്യാറായിരിക്കും. ഒരു തമാശ കേൾക്കുക. ഒരു തവണ ഒരു മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് 1 കോടി രൂപ വേണം. ദൈവം പറഞ്ഞു, മകനെ, 1 വർഷം തരൂ, പ്രപഞ്ചത്തിൽ നിന്ന് അംഗീകാരം വാങ്ങിത്തരാം. മനുഷ്യൻ പറഞ്ഞു, വേണ്ട, 1 ലക്ഷം രൂപ തന്നാൽ മതി. ദൈവം പറഞ്ഞു, മകനെ, ക്ഷമ പഠിക്കൂ, അല്ലെങ്കിൽ 1 രൂപ പോലും കിട്ടില്ല. സത്യമിതാണ്, നമ്മളെല്ലാം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ആ ആഗ്രഹത്തിന് യോഗ്യനാകാൻ നമ്മൾ സ്വയം സമയം നൽകുന്നില്ല. പ്രപഞ്ചം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നൽകൂ. അതിനാൽ കാത്തിരിപ്പ് എന്നതിനർത്ഥം തളർന്നിരിക്കുകയല്ല, മറിച്ച് ആന്തരിക വിന്യാസമാണ്. ക്ഷമ ഏതൊരു സ്വപ്നത്തെയും യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ്. പക്ഷേ അത് കരുതലോടെയുള്ള പ്രവൃത്തിയോടെ കൂടുമ്പോൾ മാത്രം. പാഠം 7. നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ പ്രപഞ്ചം പിടിക്കുന്നു. ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം സംഭവിക്കുന്നത് നമ്മളെല്ലാം വിട്ടുകൊടുക്കുമ്പോഴാണ്. തോൽവി സമ്മതിക്കുകയല്ല, മറിച്ച് വിശ്വാസത്തോടെ കീഴടങ്ങുക. നിങ്ങൾ നിയന്ത്രിക്കുന്നത് നിർത്തുമ്പോൾ പ്രപഞ്ചം ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നു. നിയന്ത്രണം ഏറ്റവും വലിയ ഒരു മിഥ്യാബോധമാണ്. ശാസ്ത്രവും ഇതുതന്നെയാണ് പറയുന്നത്. ഒരു മനുഷ്യൻ ഒരു ഫലത്തിനായി വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോൾ അവന്റെ സമ്മർദ്ദത്തിന്റെ അളവ് കൂടുന്നു. കോർട്ടിസോൾ ഹോർമോൺ അവനെ ആശങ്കാകുലനാക്കുന്നു. അതേസമയം അവൻ വിട്ടുകൊടുക്കുമ്പോൾ ശരീരം വിശ്രമിക്കുന്നു, തലച്ചോറ് വ്യക്തതയോടെ പ്രവർത്തിക്കുന്നു. ഒരു പെൺകുട്ടി 3 വർഷമായി ഒരു സ്വപ്നജോലിയുടെ പിന്നാലെയായിരുന്നു. ബയോഡാറ്റ അയച്ചു, അഭിമുഖങ്ങൾ നൽകി, വീണ്ടും വീണ്ടും നിരസിക്കപ്പെട്ടു. ഒരു ദിവസം അവൾ തളർന്നു പറഞ്ഞു, ഇനി വേണ്ട, എന്തായാലും വരട്ടെ. 15 ദിവസത്തിനു ശേഷം അതേ കമ്പനി സ്വയം വിളിച്ച് അഭിമുഖമില്ലാതെ അവളെ നിയമിച്ചു. കാരണം അവൾ ഒടുവിൽ തള്ളുന്നത് നിർത്തി, പ്രവാഹത്തെ അനുവദിച്ചു. ഉപസംഹാരം. ഇപ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ നിഗൂഢ ഭാഷ, അതിന്റെ സൂചനകൾ, അതിന്റെ സമയം, അതിന്റെ ശക്തി എന്നിവയെക്കുറിച്ച് അടുത്തറിഞ്ഞിരിക്കുന്നു. നിങ്ങളൊരു കാര്യം എപ്പോഴും ഓർമ്മിക്കണം. പ്രപഞ്ചം ഒരു ബാഹ്യകാര്യമല്ല, അത് നിങ്ങളുടെ ഉള്ളിലൂടെ ഒഴുകുന്നു. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ വിശ്വാസം എന്നിവയാണ് ആ പ്രപഞ്ചത്തിന് ദിശ നൽകുന്നത്. ഇത് ഒരു മാന്ത്രികതയല്ല, ഇത് നിങ്ങളുടെ ബോധത്തിന്റെയും വിന്യാസത്തിന്റെയും ശക്തിയാണ്. എപ്പോഴും ഓടേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിന്നുകൊണ്ട് നിങ്ങളുടെ ആന്തരിക ഊർജത്തെ ട്യൂൺ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. റേഡിയോ ശരിയായ ആവൃത്തിയിൽ ട്യൂൺ ചെയ്യുമ്പോൾ മാത്രമേ വ്യക്തമായ ശബ്ദം ലഭിക്കൂ. അതുപോലെ നിങ്ങളുടെ ആവൃത്തി പൊരുത്തപ്പെടുമ്പോൾ മാത്രമേ പ്രപഞ്ചം കേൾക്കൂ. ഒരുപക്ഷെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതുവരെ നിറവേറിയിട്ടില്ലായിരിക്കാം, പക്ഷേ അവ എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ വളർച്ചയുമായി പൊരുത്തപ്പെടാൻ പ്രപഞ്ചം അവയെ തയ്യാറാക്കുകയാണ്. അതിനാൽ ഇപ്പോൾ എഴുന്നേൽക്കുക, നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തെ വിശ്വസിക്കുക.
പ്രപഞ്ചത്തിൽ വിശ്വാസം വയ്ക്കുക. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അത് തീർച്ചയായും ചെയ്യും.